إن الحمد لله أصلي وأسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا لا تتخذوا اليهود والنصارى أولياء بعضهم أولياء بعض സൂറ മാഇദ 51-ാമത്തെ ആയത്തിൽ കൂടി അല്ലാഹു സുബ്ഹാനഹു തആല കൃത്യമായും വ്യക്തമായും സുവ്യക്തമായും നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു കാര്യം, യാ അയ്യുഹല്ലദീന ആമനു അല്ലയോ സത്യവിശ്വാസികളെ, ലാ തത്തഖുദുൽ യഹൂദ വന്നസാറ ഔലിയാ, യഹൂദ ക്രൈസ്തവരെ നിങ്ങൾ ഒരിക്കലും ബന്ധുമിത്രാദികളായി സ്വീകരിക്കാൻ പാടില്ല, ബന്ധുക്കളാക്കാൻ പാടില്ല, അതായത് സഹായികളാക്കാൻ പാടില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു തആല വിശദീകരിക്കുന്നു, ബഅ്ദുഹും ഔലിയാഉ ബഅ്ദ്, അവരിൽ ചിലർ ചിലരുടെ ബന്ധുക്കളാകുന്നു, മിത്രങ്ങളാകുന്നു, അല്ലെങ്കിൽ സഹായികളാകുന്നു. അവർ പരസ്പരം ഇസ്ലാമിനെതിരിൽ മുസ്ലിമീങ്ങൾക്കെതിൽ കൈകോർക്കുന്നവരാകുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നോക്കൂ നിങ്ങൾ, ഇന്നത്തെ ഫലസ്തീനിലേക്ക് അവിടെ ഒരുപാട് കഷ്ടനഷ്ടങ്ങളും ഒരുപാട് യുദ്ധങ്ങളും കെടുതികളും നോക്കൂ. പാടെ മുസ്ലിമീങ്ങളെ അങ്ങനെ തന്നെ ഉന്മൂല നാശം വരുത്തിക്കൊണ്ട് തുടച്ചു നീക്കാൻ പരിശ്രമം നടത്തുന്ന യഹൂദികളെയാണ് നാം കാണുന്നത്. എന്താണ് അതിന്റെ മൂല കാരണം? നോക്കൂ നിങ്ങൾ, യാതൊരു കഴിവുമില്ലാതെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പല രാഷ്ട്രങ്ങളിലും പല രാജ്യങ്ങളിലും ഗ്രാമങ്ങളിലും പതിതരായിക്കൊണ്ട് ചിന്നിച്ചിതറിക്കടന്ന ഒന്നിനും കഴിയാത്ത യഹൂദരെ ആ വരുന്ന പരിശുദ്ധമായ ആ മണ്ണിലേക്ക് അറബികളാണ് അങ്ങേയറ്റം കാരുണ്യത്തോടുകൂടി കൈപിടിച്ച് കയറ്റിയത്. അതാണ് ആ അറബികൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. കാരണം അള്ളാഹുവിന്റെ ഖുർആനിൽ കൂടി നോ പറഞ്ഞ ഒരു വിഷയത്തിലാണ് നാം യെസ് പറഞ്ഞത്. നോക്കൂ നിങ്ങൾ, അന്നത്തെ മദീനയിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനെതിരെയും ഇസ്ലാമിനെതിരെയും അങ്ങേയറ്റം കടുത്ത വഞ്ചനയും ചതിയും അങ്ങനെയുള്ള പലതരത്തിലുള്ള ചാരപ്രവർത്തനങ്ങളും നടത്തിയ ആ യഹൂദരെ അന്നത്തെ ആ മുസ്ലിം സമൂഹം ഖൈബറിലേക്ക് നാടുകടത്തുകയും അവിടെ വെച്ചുകൊണ്ടും അവർക്കെതിരെ യുദ്ധമുണ്ടായിട്ടുണ്ട്. അങ്ങനെ പടിയടച്ച് പെണ്ടം വെച്ച ആ പതിതനായ നീചരായ ജനങ്ങളെയാണ് ഈ ഫലസ്തീനിലേക്ക് കൈപിടിച്ച് സുഹൃത്തുക്കളായി തോളോട് തോള് ചേർന്ന് അവിടെ വസിക്കുവാൻ അനുവദിച്ചത്. അതാണ് ഈ പ്രശ്നങ്ങളുടെയൊക്കെ പ്രധാന കാരണം. കാതൽ നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു തആല ഒരു കാര്യം വേണ്ട എന്ന് പറഞ്ഞാൽ നാം അത് വേണ്ട എന്ന് തന്നെ വെക്കണം. അതിനെതിരായി നാം എന്തു പ്രവർത്തിച്ചാലും അതിന്റെ കഷ്ടനഷ്ടങ്ങൾ നാം അനുഭവിക്കേണ്ടി വരുമെന്നാണ് ഇത്തരം കാര്യങ്ങൾ കൂടി നമുക്ക് പഠിപ്പിക്കപ്പെടുന്ന. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.